ഹായ് ഗൈസ്, അപ്പോൾ ഞാനും അച്ഛനും കൂടി ഐ ഹോസ്പിറ്റലിലാണ് പോണത്. ഹായ്. അപ്പം മാളൂട്ടിയും അച്ഛനും കൂടി പോണ ഈ ഒരുമിച്ചുള്ള യാത്ര. കാര്യം ഞങ്ങളില്ല, ഞാനും ഋഷി ഇല്ല കേട്ടോ ഈ യാത്രയിൽ. അപ്പോൾ ഇവർ പോണത് അരവിന്ദ് ഐ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. ഞങ്ങളെ കൂട്ടാതെ പോവാണ്. ശരി, ഓക്കെ, പോട്ടെ. അപ്പം മാളൂനും അച്ഛനും കൂട്ടിയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കുറേ നാളായി ഇങ്ങനെ വിചാരിക്കണം, പോകണം, അന്ന് പോവാം, നാളെ പോവാം, മറ്റേത് പോവാം, അങ്ങനെ പറഞ്ഞ് മാളൂട്ടിക്ക് ഒരു ലീവ് കിട്ടിയപ്പോൾ അവർ രണ്ടുപേരും വിട്ടു. രണ്ടുപേരും കൂടെ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കാര്യം ഇത് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് എല്ലാവരും കൂടെ. അപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയത്. അപ്പോൾ ഇപ്രാവശ്യവും നല്ല തിരക്കുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു 2-3 വട്ടമായി ഇവിടെ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുട്ടികൾക്ക് പീഡിയാട്രിക്കിനായിട്ടുള്ള ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റാഫും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് വരണം, നമുക്ക് വീണ്ടും നമ്മൾ വരണത്. അങ്ങനെ മാളൂട്ടി നമ്മുടെ ഒ പി എടുക്കുന്ന ആ ഒരു സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഫസ്റ്റ് രജിസ്ട്രേഷനുണ്ട്, പിന്നെ വരുന്നവർക്ക് റീ രജിസ്ട്രേഷനുണ്ട്. അപ്പം നമ്മൾ റീ രജിസ്ട്രേഷൻ്റെ അവിടെയാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ മാൾട്ടിക്ക് ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് നീ ചെക്കപ്പിന് പോവാണ്. കണ്ടില്ല, ഇവിടെ വലിയൊരു കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ആ ഒരു ഇതിലുള്ള ഒരു വലിയൊരു ശില്പം പോലെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഇവിടെ അധികം തിരക്ക് ഇന്ന് കാണാനില്ല കേട്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ, മൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള തിരക്ക് കാണുന്നില്ല. ഇങ്ങനെയൊന്നല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു തിരക്കായിരുന്നു. അന്ന് എന്തായിരുന്നു കാര്യം എന്നറിയില്ല, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടനും വന്നപ്പോൾ പറഞ്ഞ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ വേഗം വീട്ടിലും എത്തി. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ 200 നമ്പർ അവിടെയാണ് രജിസ്ട്രേഷൻ്റെ സ്ഥലം. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പീഡിയാട്രിക് സെക്ഷനിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോൾ മാളൂട്ടിയുടെ വെയ്റ്റും പിന്നെ ഹൈറ്റും എല്ലാം ചെക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇട്ട ഗ്ലാസിൻ്റെ പവറും കൂടെ ചെക്ക് ചെയ്തു. അപ്പോൾ അതിന് ശേഷം മാളും അച്ഛയും ഇവിടെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാളൂട്ടി അച്ഛൻ കട്ട വെയിറ്റിങ്ങിലാണ് പുറത്ത്. നമ്മുടെ ബോർഡിൽ കണ്ടില്ലേ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വേണ്ട നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ കാട്ടിയിരിക്കുന്നത്. അങ്ങനെ മാൾട്ടി റൂമിലെത്തി. അപ്പോൾ അവർ റീഡ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. കണ്ണട വെച്ചിട്ടും റീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്.
അപ്പം മാളൂട്ടിക്ക് അവർ ഐ ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഹാഫ് ആൻ അവർ ഇങ്ങനെ കണ്ണടച്ചെന്നെ ഇരിക്കണം, അപ്പോഴാണ് അവർക്ക് ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വട്ടം ഒഴിച്ചിട്ട് പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് വീണ്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവർ ക്യാൻറ്റീനിലൊക്കെ പോയി ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ക്യാൻറ്റീൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ അവരവിടെ പോയിട്ട് ഒന്ന് കറങ്ങിയടിച്ച് വന്നു. പിന്നെ അപ്പോൾ അതിനുശേഷം വീണ്ടും പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാളൂട്ടിക്ക് വന്നത് ഇങ്ങനൊരു അലർജി പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ വന്നിട്ടാണ് അവളുടെ വലത്തെ കണ്ണിൽ ഇതുപോലെ പവർ വന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ പവറിൽ. അപ്പോൾ നമുക്ക് ലെൻസ് മാറ്റണം. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ മാൾ എന്തോ കണ്ടു കേട്ടോ. അതൊരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. അത് രസമല്ലേ കാണുന്നത്. അങ്ങനെ പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് വരിക, അത്ര തന്നെയുള്ളൂ. ചെറുതായിട്ടൊന്ന് പിസ്സ ഒന്ന് കഴിക്കാൻ കയറി. അപ്പോൾ അങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ. പിസ്സ നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണല്ലേ, എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ഓരോന്ന് വാശി പിടിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ മാള് പറഞ്ഞു എന്നാൽ എനിക്ക് പിസ്സ മേടിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയാണ് മാളിപ്പോൾ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പിസ്സ ആയിരുന്നാണ് മാള് വന്ന് പറഞ്ഞത്. അവൾ ഫുൾ ഫിനിഷ് ചെയ്തു പിസ്സയൊക്കെ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.